ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. PSC എക്സാമുകളിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കൂടാതെ കഴിഞ്ഞ 2 ക്ലാസ്സിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മഴ മുന്നറിയിപ്പുകളും അതേപോലെ തന്നെ അവ നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു ചോദ്യം ഓഫീസ് അറ്റൻഡ് 2021 ചോദിച്ച ചോദ്യമാണ്. മഴക്കെടുതിക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷനുകളിലേക്ക് നമുക്ക് നോക്കാം. എ ഓപ്ഷൻ 24 മണിക്കൂറിൽ 20 സെൻറ്റിമീറ്റർ മുതൽ 26 സെൻറ്റിമീറ്റർ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് യെല്ലോ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഓപ്ഷൻ ബി ആണ്. 24 മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മുതൽ 18 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യും എന്ന മുന്നറിയിപ്പാണ്. അടുത്തത് 24 മണിക്കൂറിൽ 12 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ്. ഓപ്ഷൻ ഡി ആണ്. 24 മണിക്കൂറിൽ 6 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. അപ്പോൾ യെല്ലോ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അതായത് 24 മണിക്കൂറിൽ 6 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് യെല്ലോ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഴ മുന്നറിയിപ്പുകൾ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. മഴ മുന്നറിയിപ്പുകൾ നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ. മണിക്കൂറിൽ എത്ര മഴ പെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മഴയുടെ തീഷ്ണത നിർണ്ണയിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലാവസ്ഥ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. മണിക്കൂറിൽ എത്ര മഴ പെയ്തു എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് മഴയുടെ തീഷ്ണതയെ നമ്മൾ പറയുന്നത്. ഏറ്റവും കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കാനായി വെള്ള, പച്ച എന്നീ കളർ കോഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇവ 64.5 മില്ലിമീറ്ററിൽ കുറഞ്ഞത്, അതായത് 6.45 സെൻറ്റിമീറ്ററിൽ ഉള്ള മഴയെ സൂചിപ്പിക്കുന്നതു സാധാരണ നിലയിൽ അപകട സാധ്യത ഇല്ലാത്തതുമാണ് ഈ പറയുന്ന 2 അലേർട്ടുകൾ എന്ന് പറയുന്നത്. അതായത് വെള്ള അലേർട്ടും അതേപോലെ തന്നെ പച്ച അലേർട്ടും എന്ന് പറയുന്നത്. അപ്പോൾ മണിക്കൂറിൽ എത്ര മഴ പെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മഴയുടെ തീഷ്ണത നിർണ്ണയിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡാണ് വെള്ളയും അതേപോലെ തന്നെ പച്ചയും. സാധാരണഗതിയിൽ വെള്ള, പച്ച കളർ കോഡുകൾ ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? അതായത് സാധാരണ രീതിയിലുള്ള മഴയാണ് ഈ 2 കളർ കോഡുകൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് എന്ത് വേണ്ട, ഈ പറയുന്ന ജാഗ്രത എടുക്കേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 2 നിറങ്ങളുടെ അലേർട്ടുകൾ നമ്മൾ കാണാത്തത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ വെള്ള അതേപോലെ തന്നെ പച്ച എന്നീ കളർ കോഡുകൾ ഉപയോഗിക്കുന്നത്. ആ ഒരു സമയത്ത് പെയ്യുന്ന മഴ എന്ന് പറയുന്നത് 64.5 മില്ലിമീറ്റർ, അതായത് 6.45 സെൻറ്റിമീറ്റർ കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 കളർ കോഡുകൾ, അതായത് വെള്ളയും പച്ചയും ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ തീവ്രത കുറഞ്ഞ മഴയാണ് ലഭ്യമാകുന്നെങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് മഴ മുന്നറിയിപ്പുകൾ നൽകാറുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാൽ എന്താണ്, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലാണെങ്കിലോ തീവ്രത കുറഞ്ഞ മഴയാണ് ലഭ്യമാകുന്നതെങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് മഴ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മഴ മുന്നറിയിപ്പുകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ പറയുന്ന റെഡ് അലേർട്ട് എന്ന് പറയുന്നത്. കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിലാണ് റെഡ് അലേർട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ
ആ സമയത്താണ് നമ്മൾ റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത്. ദുരന്ത സാധ്യത മേഖലയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നതാണ് റെഡ് അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദുരന്ത സാധ്യതയുള്ള മേഖലയാണ്, അതുകൊണ്ട് തന്നെ എന്താണ്, ജനങ്ങളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് റെഡ് അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് അതിശക്തമായ മഴയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിശക്തമായ മഴയുള്ള ഒരു സാഹചര്യത്തിൽ പുറപ്പെടുവിക്കുന്നത് ഏത് അലേർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് റെഡ് അലേർട്ടാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഈ സമയത്ത് പെയ്യുന്ന മഴയുടെ ആ ഒരു തീവ്രത എന്ന് പറയുന്നത് 204.5 mm മുതൽ 20.5 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് ഈ പറയുന്ന റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഡ് അലേർട്ട് എന്ന് പറയുന്നത് കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിലാണ് റെഡ് അലേർട്ട് പുറപ്പെടുവിക്കുന്നത്. ദുരന്ത സാധ്യത മേഖലയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നതാണ് റെഡ് അലേർട്ട് പുറപ്പെടുവിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സമയത്ത് അതിശക്തമായ മഴയാണ് സൂചിപ്പിക്കുന്നത്. 204.5 മില്ലിമീറ്റർ മുതൽ, അതായത് 20.5 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെയാണ് ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത്. ശക്തമായതോ അതിശക്തമായതോ ആയ മഴയെ സൂചിപ്പിക്കുന്ന അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത്. അതീവ ജാഗ്രത മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നതാണ് ഓറഞ്ച് അലേർട്ട്. 115.6 മില്ലിമീറ്റർ അല്ലെങ്കിൽ 11.56 സെൻറ്റിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ, അതായത് 20.44 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ശക്തമായ അല്ലെങ്കിൽ അതിശക്തമായതോ ആയ മഴയെ സൂചിപ്പിക്കുന്ന അലേർട്ട് തന്നെയാണ് ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്തും അതീവ ജാഗ്രതയാണ് ജനങ്ങൾ കരുതേണ്ടത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്ന അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തതാണ് യെല്ലോ അലേർട്ട് എന്ന് പറയുന്നത്. ശക്തമായ മഴ സാധ്യത സൂചിപ്പിക്കുന്ന അലേർട്ടാണ് യെല്ലോ അലേർട്ട്. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം എന്നതാണ് യെല്ലോ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശക്തമായ മഴ സാധ്യത സൂചിപ്പിക്കുന്ന അലേർട്ടാണ് യെല്ലോ അലേർട്ട്. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു യെല്ലോ അലേർട്ട്. 64.5 മില്ലിമീറ്റർ മുതൽ 6.45 സെൻറ്റിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ, അതായത് 11.5 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ പുറപ്പെടുവിക്കുന്ന അലേർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് യെല്ലോ അലേർട്ട് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ശക്തമായ മഴ സാധ്യത സൂചിപ്പിക്കുന്ന അലേർട്ടാണ് യെല്ലോ അലേർട്ട്. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്നത്. നേരിയ തോതിലുള്ള മഴ സാധ്യത സൂചിപ്പിക്കുന്ന അലേർട്ടാണ് ഗ്രീൻ അലേർട്ട്. അപ്പോൾ നേരിയ തോതിലുള്ള ഒരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്നത്. ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല. ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, എത്ര മാത്രമുള്ളൂ. അവിടെ എന്തില്ല, പ്രത്യേകിച്ച് ഒരു ജാഗ്രതയുടെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. 15.6 മില്ലിമീറ്റർ, അതായത് 1.56 സെൻറ്റിമീറ്റർ മുതൽ 64.4 mm 6.4 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് ഈ പറയുന്ന പച്ച അലർട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പച്ച അലർട്ട് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിയ തോതിലുള്ള മഴ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ അലർട്ട് നിലവിൽ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇവിടെ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ലാത്തതുകൊണ്ടാണ് ഗ്രീൻ അലർട്ട് നമ്മൾ കൂടുതലായിട്ട് കാണാത്തത്. ഓക്കെ, അടുത്തതാണ് വൈറ്റ് അലർട്ട് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം നിലവിൽ മഴയില്ല, ചാറ്റൽ മഴയുടെ സാധ്യത സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് യാതൊരു മുൻകരുതലുകൾ വേണ്ട, ജാഗ്രത പാലിക്കേണ്ട കാര്യമില്ല, ഭീതിയില്ല, ഒന്നുമില്ല. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ചിലപ്പോൾ ചാറ്റൽ മഴയ്ക്കുള്ള ഒരു സാധ്യത സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് വൈറ്റ് അലേർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അലേർട്ട്, അതായത്
വൈറ്റ് അലേർട്ടും അതേപോലെ തന്നെ ഗ്രീൻ അലേർട്ടും നമ്മൾ വലിയ രീതിയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ട് എന്ന് മാത്രമാണുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ പറയുന്ന ഓറഞ്ച് അലേർട്ടും അതേപോലെ തന്നെ യെല്ലോ അലേർട്ടും. ഇനി ഏറ്റവും ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ഒരു മഴയെ അല്ലെങ്കിൽ എന്താണ് അതീവമായിട്ടുള്ള ഒരു ദുരന്തത്തെ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു മഴയെ സൂചിപ്പിക്കാൻ വേണ്ടി റെഡ് അലേർട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് വൈറ്റ് അലേർട്ട് എന്ന് ചോദിച്ചാൽ മഴയില്ല, ചാറ്റൽ മഴയുടെ സാധ്യതയാണ് ഈ ഒരു വൈറ്റ് അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2.5 മില്ലിമീറ്റർ, അതായത് 0.25 സെൻറ്റിമീറ്റർ മുതൽ 15.5 മില്ലിമീറ്റർ, അതായത് 1.55 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ വെള്ള അലേർട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. വൈറ്റ് അലേർട്ടിനും പച്ച അലേർട്ടിനും സാധാരണയായി മുന്നറിയിപ്പ് നൽകാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് വൈറ്റ് അലേർട്ട് ആണെങ്കിലും അതേപോലെ തന്നെ ഗ്രീൻ അലേർട്ട് ആണെങ്കിലും സാധാരണയായിട്ട് മുന്നറിയിപ്പ് നൽകാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് അലേർട്ടുകളും നമ്മൾ കാണാത്തത്. ഓക്കെ, അപ്പോൾ വൈറ്റ് അലേർട്ടും അതേപോലെ തന്നെ ഗ്രീൻ അലേർട്ടും നമുക്ക് എന്ത് ചെയ്യാറില്ല, മുന്നറിയിപ്പ് നൽകാറില്ല അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അലേർട്ടുകളും നമ്മൾ കാണാറില്ല. കേരള ദുരന്ത നിവാരണത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ക്രമത്തെക്കുറിച്ചാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അലേർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്നാമത്തെയാണ് റെഡ് അലേർട്ട്, രണ്ടാമത്തെ ഓറഞ്ച് അലേർട്ട്, മൂന്നാമത്തെ യെല്ലോ അലേർട്ട്, നാലാമത്തെ ഗ്രീൻ അലേർട്ട്, അഞ്ചാമത്തെ വൈറ്റ് അലേർട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതായത് എന്താണ് നിലവിൽ മഴ മുന്നറിയിപ്പുകൾ നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ 5 നിറങ്ങൾ കൊണ്ടാണ് നമ്മളെ ഓരോ സാഹചര്യവും നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അകത്ത് 5 അലേർട്ടുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കാണിക്കാനായിട്ട് റെഡ് അലേർട്ട് ഉപയോഗിക്കുന്നു. അതായത് നിലവിൽ ഏറ്റവും ദുരന്ത സാധ്യതയുള്ള മേഖലയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് പറയുന്ന ആ ഒരു അലേർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ റെഡ് അലേർട്ടാണ്. അതേപോലെ തന്നെ കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് പറയുന്നതും റെഡ് അലേർട്ടാണെന്നുള്ളതും. അതിശക്തമായ മഴ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ മഴ പെയ്ത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് 20.5 സെൻറ്റിമീറ്റർ കൂടുതലുള്ള മഴയാണ് റെഡ് അലേർട്ട് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ പെയ്യുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളതാണ് റെഡ് അലേർട്ട്. ഏറ്റവും എന്താണ് പ്രശ്നമൊന്നുമില്ലാത്തതും അതേപോലെ തന്നെ എന്താണ് നിലവിൽ പുറപ്പെടുവിക്കാത്തതുമായിട്ടുള്ള അലേർട്ടാണ് വൈറ്റ് അലേർട്ട്, അതായത് 5ാമത്തെ അലേർട്ട്. അതിൻ്റെ തൊട്ട് മുന്നത്തെയുള്ള ഗ്രീൻ അലേർട്ടും കൂടുതലായിട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല, നിലവിൽ പുറപ്പെടുവിച്ചിട്ടില്ല. പിന്നെ വരുന്നതാണ് ഓറഞ്ച് അലേർട്ട്. അത്യാവശ്യം ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത്. അതായത് ശക്തമായതോ അതിശക്തമായതോ ആയ മഴയെ സൂചിപ്പിക്കാനായിട്ട് പുറപ്പെടുവിക്കുന്ന അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട്. യെല്ലോ അലേർട്ട് എന്ന് പറയുന്നതും അതേപോലെ തന്നെ എന്താണ് അത്യാവശ്യം പറയാറുള്ള ഒരു അലേർട്ടാണ്. ശക്തമായ മഴ സാധ്യത സൂചിപ്പിക്കുന്ന അലേർട്ടാണ് യെല്ലോ അലേർട്ട്. അടുത്തത് ഗ്രീൻ അലേർട്ടും വൈറ്റ് അലേർട്ടും. അങ്ങനെ 5 അലേർട്ടുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് കേരള ദുരന്ത നിവാരണത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ക്രമം. അതായത് ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ മകളെ 4 ഘട്ടങ്ങളെ കുറിച്ചാണ് ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എത്ര ഘട്ടങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എത്ര ഘട്ടങ്ങളാണ്? 4 ഘട്ടങ്ങളാണ് കേരള ദുരന്ത നിവാരണത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ക്രമം അല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ഘട്ടങ്ങൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ അത് 4 ഘട്ടങ്ങളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. എത്രയാണ്? 4 ഘട്ടങ്ങൾ. ഒന്നാമത്തെയാണ് തയ്യാറെടുപ്പ്, അതായത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ദുരന്ത സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഗവൺമെൻറ്റുകളെയും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റികളെയും വ്യക്തികളെയും വേഗത്തിൽ പ്രതികരിപ്പിക്കാൻ പ്രാപ്തനാക്കുന്ന നടപടികളാണ് തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ഒന്നാമത്തെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ തയ്യാറെടുപ്പ് എന്ന് ചോദിച്ചാൽ ദുരന്ത സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഗവൺമെൻറ്റുകളെയും കമ്മ്യൂണിറ്റികളെയും വ്യക്തികളെയും വേഗത്തിൽ പ്രതികരിക്കാൻ പ്രാപ്തനാക്കുന്ന നടപടികളെയാണ് തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പദ്ധതികൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ വികസനം, സാധനങ്ങളുടെ പരിപാലനം, ഉദ്യോഗസ്ഥരുടെ പരിശീലനം, ആവർത്തിച്ചുള്ള ദുരന്തത്തിൽ നിന്ന് അപകട സാധ്യതയുള്ള
പ്രദേശങ്ങൾക്കായുള്ള തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ, ഒഴിപ്പിക്കൽ പദ്ധതികൾ തുടങ്ങിയ നടപടികളാണ് ഈ പറയുന്ന തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പ്രിപ്പറേഷനിൽ വരുന്നത്. അപ്പോൾ ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെ ഒന്നാമത്തെയാണ് തയ്യാറെടുപ്പ്, അതായത് പ്രിപ്പറേഷൻ. ദുരന്ത സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഗവൺമെന്റുകളെയും കമ്മ്യൂണിറ്റികളെയും വ്യക്തികളെയും വേഗത്തിൽ പ്രതികരിക്കാൻ പ്രാപ്തനാക്കുന്ന നടപടിയാണ് തയ്യാറെടുപ്പ്. പദ്ധതികൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ വികസനം, സാധനങ്ങളുടെ പരിപാലനം, ഉദ്യോഗസ്ഥരുടെ പരിശീലനം, ആവർത്തിച്ചുള്ള ദുരന്തത്തിൽ നിന്ന് അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾക്കായുള്ള തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ, ഒഴിപ്പിക്കൽ പദ്ധതികൾ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുന്നു. രണ്ടാമത്തെയാണ് പ്രതികരണം അഥവാ റെസ്പോൺസ് എന്ന് പറയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കൽ, അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കൽ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, ജനക്കൂട്ട നിയന്ത്രണം, ഇൻഫർമേഷൻ മാനേജ്മെന്റ് തുടങ്ങിയ ദുരന്ത സമയത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഘട്ടമാണ് പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കൽ, അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കൽ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, ജനക്കൂട്ട് നിയന്ത്രണം, ഇൻഫർമേഷൻ മാനേജ്മെന്റ് തുടങ്ങിയ ദുരന്ത സമയത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഘട്ടമാണ് പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. മൂന്നാമത്തെയാണ് വീണ്ടെടുക്കൽ അഥവാ റിക്കവറി എന്ന് പറയുന്നത്. പുനരധിവാസം, ജീവിത സാഹചര്യം പൂർവ്വസ്ഥിതിയിലെത്തിക്കൽ എന്നിവയാണ് ഈ ഘട്ടത്തിലെ പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതായത് വീണ്ടെടുക്കൽ അഥവാ റിക്കവറി എന്ന് പറയുന്നത് പുനരധിവാസം, ജീവിത സാഹചര്യം പൂർവ്വസ്ഥിതിയിലെത്തിക്കൽ എന്നിവയാണ് ഈ ഘട്ടത്തിലെ പ്രധാന ഉത്തരവാദിത്തം. അടുത്തതാണ് ലഘൂകരണം അല്ലെങ്കിൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. മിറ്റിഗേഷൻ അഥവാ ലഘൂകരണം ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതുമായ കാര്യങ്ങൾ ഈ ഘട്ടത്തിലാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ലഘൂകരണം അല്ലെങ്കിൽ മിറ്റിഗേഷൻ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതുമായ കാര്യങ്ങൾ പറയുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ലഘൂകരണം എന്ന് പറയുന്നത്. ഇത്തരം ലഘൂകരണ നടപടികൾ അപകട സാധ്യതകൾ പരിഷ്കരിക്കുന്നതും ഉൾപ്പെടുന്നു. എക്സാമ്പിൾ: വരൾച്ച ബാധിതയുള്ള പ്രദേശങ്ങളിലെ ജലപരിപാലനം, ആളുകളെ അപകടത്തിൽ നിന്നും ശാശ്വതമായി മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് അപകട സാധ്യത ഒഴിവാക്കുകയും അപകടമുണ്ടാകുമ്പോൾ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് ഘടനകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രയാണ് ഏതിൻ്റെ അകത്ത് വരുന്നത്? ഈ പറയുന്ന 4 ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരള ദുരന്ത നിവാരണ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ക്രമം, ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ 4 എണ്ണമാണെന്ന് പറഞ്ഞു. മക്കളെ 4 എണ്ണമാണ് ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ഘട്ടങ്ങൾ 4 എണ്ണം. 1 തയ്യാറെടുപ്പ് അഥവാ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, 2 പ്രതികരണം, 3 വീണ്ടെടുക്കൽ, 4 ലഘൂകരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വലിയൊരു ടോപ്പിക് അല്ല, കാരണം ഇങ്ങനെയുള്ള ടോപ്പിക്ക് ഏറ്റവും ഷോർട്ടാക്കി നിങ്ങൾക്ക് എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുന്നോ അത്രത്തോളം സിമ്പിളാക്കിയാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഇനി അടുത്തൊരു ദിവസം നമുക്ക് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഭരണവും ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കിലെ തണ്ണീർത്തട സംരക്ഷണത്തെക്കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 കുറിച്ച്, അതേപോലെ തന്നെ നെൽവയൽ ഡേറ്റാ ബാങ്ക്, പരിവർത്തനത്തിലുള്ള നിരോധനം, തണ്ണീർത്തടം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്, അതായത് തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒത്തിരി വലിയ ലെങ്തി ക്ലാസ്സുകൾ ഇതിൻ്റെയൊക്കെ തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആരും ഇത് മൊത്തമായിട്ട് കാണത്തില്ല. അതേപോലെ തന്നെ നോട്ട് എന്ന് പറയുന്നത് 10ഉം 15ഉം പേജസ് ഒക്കെ വരുമ്പോൾ അതാരും വായിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോട്ട്സും അതേപോലെ തന്നെ ക്ലാസ്സുകളുടെ ലെങ്ത്ത്, കാരണം അതായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പോലും അവർക്കിത് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കത്തില്ല. അപ്പോൾ ഒത്തിരി അങ്ങ് തന്നു കഴിഞ്ഞാൽ പിന്നെ ആരും എന്ത് ചെയ്യത്തില്ല, നിലവിൽ ഇത് ക്ലാസ് കാണാനായിട്ട് നോക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആക്കാം. അതേപോലെ തന്നെ അടുത്ത എക്സാമിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക്
നിലവിൽ ഒരു ക്രാഷ് കോഴ്സ് പോലെയോ അല്ലെങ്കിൽ എന്താണ് ഒരു ലൈവ് മാരത്തോണൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സും അടുത്ത ദിവസം തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.